എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഞാനങ്ങനെ വെറുതെ ഒന്ന് അടുക്കളയിലേക്ക് കയറി ചെന്നപ്പോൾ അമ്മ എന്തോ പലഹാരം ഉണ്ടാക്കാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അമ്മ ഇന്ന് അരിമുറുക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അരിമുറുക്ക് ഉണ്ടാക്കുന്നുണ്ട്, കൂട്ടത്തിൽ കളിയടയ്ക്ക ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വന്നപ്പോഴത്തേനും അമ്മ അത് കുഴച്ച് കഴിഞ്ഞിരുന്നു. എന്തൊക്കെയാണ് അതിന് ചേർത്തിരിക്കുന്ന സാധനങ്ങളെന്ന് ചോദിച്ചപ്പോഴാണ് പച്ചരി പൊടിച്ച് വറുത്തതും ചൂടുവെള്ളത്തിൽ കുഴച്ച് അതിൻ്റെ കൂടെ തേങ്ങാ തിരുമ്മി ജീരകവും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും ഇതെല്ലാം കൂടി വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത് അരിപ്പൊടിയുടെ കൂടെ ചേർത്ത് പാകത്തിനുള്ള ഉപ്പും പിന്നെ ഒരല്പം എള്ളും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുകയായിരുന്നു അമ്മ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇപ്പോൾ എള്ളും ചേർത്തിട്ടുണ്ട്. ഇനി അത് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് വെള്ളമായി പോകാത്ത രീതിയിലാണ് അമ്മ ഇങ്ങനെ കുഴച്ചെടുത്തിരിക്കുന്നത്. എല്ലാം കൂടി ഒന്ന് കുഴച്ച് കഴിഞ്ഞതിന് ശേഷം ഉപ്പ് നോക്കിയപ്പോൾ ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. ആ പോരായ്മ നികത്താനായിട്ട് ഒരു അല്പം ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് ആ ഉപ്പ് പിടിക്കത്തക്ക രീതിയിൽ ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. പിന്നെ ഈ ഓണക്കാലത്ത് കളിയടയ്ക്കയും അരിമുറുക്കും ഒക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് നമ്മളത് റെസിപ്പിയായിട്ടൊന്നും പറഞ്ഞു തരുന്നില്ല കേട്ടോ. കാരണം എല്ലാവർക്കും അറിയാവുന്ന സാധനമാണല്ലോ. അമ്മ എന്തൊക്കെ സാധനങ്ങളാണ് അതിൽ ചേർത്തിട്ടുള്ളത് അത് നമ്മളൊന്ന് പറഞ്ഞുള്ളൂ കേട്ടോ. അതിനകത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് അതിൽ ചേർക്കുന്നത് എന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളാം. സംഭവമെല്ലാം എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് ഇതിനകത്ത് പറ്റാതെ പോയ ഒരു കാര്യമുള്ളത്, ഈ അരിമുറുക്ക് ആ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് നമ്മുടെ അങ്ങോട്ട് അത്ര വശമായിട്ട് വരത്തില്ല കേട്ടോ. അത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ അതങ്ങോട്ട് വശമായിട്ട് വരുള്ളൂ. എന്നിട്ടും നമ്മളങ്ങനെ തളരാൻ പാടില്ലല്ലോ. നമ്മളാൽ കഴിയുന്ന പോലെ തന്നെ നമ്മൾ അരിമുറുക്ക് ആ ഷേപ്പിലൊക്കെ നമ്മൾ ഏകദേശമൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും നമ്മൾ തന്നെയല്ലേ കഴിക്കുന്നത്, ഡോണ്ട് വറി. അങ്ങനെ അരിമുറുക്ക് നമ്മൾ ചുറ്റി എടുത്തിരിക്കുകയാണ്. ആദ്യം കണ്ട കുഞ്ഞു കുഞ്ഞതായിട്ട് കാണുന്നത് കണ്ടില്ല, അത് ആദ്യം നമ്മൾ ഇത് അരിമുറുക്ക് പണി പഠിച്ചതാണ്. രണ്ടാമത് കാണുന്നത് നമ്മളൊന്നുകൂടി പരീക്ഷ പാസ്സായതിന് ശേഷം അരിമുറുക്ക് ചെയ്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ അരിമുറുക്ക് നമ്മളിങ്ങനെ ചട്ടുകത്തിൽ കോരി എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും വിറകടുപ്പിൽ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അങ്ങനെ മുറുക്കൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നല്ല കട്ടൻ കാപ്പി ഉണ്ടാക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നല്ല മുരുമുരാന്നുള്ള മുറുക്കും കൂട്ടി ഒരൊറ്റ പിടിയും കൂടി പിടിക്കുക. കടുങ്കാപ്പിയും മുറുക്കും അടിപൊളിയായിരിക്കും. ഓണത്തിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ നമ്മൾ റോഡുകളിലൊക്കെ വെച്ച് നമ്മുടെ കൂട്ടുകാരെയും ഒക്കെ കാണുന്ന സമയത്ത് നമ്മളെല്ലാവരോടും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഓണമൊക്കെ എന്തുവായി? അപ്പം എല്ലാവരും ഒരേപോലെ പറയുന്ന മറുപടിയാണ്, ഓ ഈ പ്രാവശ്യം എന്ത് ഓണമാണ്, നമുക്കൊരു പ്രാവശ്യം ഓണമൊന്നുമില്ലെന്ന്. എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും തിരുവോണത്തിൻ്റെ തലേ ദിവസം നമ്മുടെ അമ്മമാരൊക്കെയുള്ള വീടുകളിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കാട്ടിക്കൂട്ടാതിരിക്കുകയില്ല. എങ്കിലേ അവർക്കൊരു സന്തോഷമാവുകയുള്ളൂ. അത് കാണുമ്പം നമ്മൾക്കും വളരെ സന്തോഷമാണ്. അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഹാപ്പി ഓണം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ സ്നേഹം ലൈക്കുകളായിട്ട് തരാൻ മറക്കരുതേ.